നമസ്കാരം. സർക്കുലേഷന്റെ കാര്യത്തിൽ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പത്രം നമ്മൾ വിചാരിക്കും പോലെ ദേശാഭിമാനിയോ ജന്മഭൂമിയോ ജനയുഗമോ വീക്ഷണമോ ഒന്നുമല്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം എന്ന ദിനപത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വിഷ്വൽ മീഡിയയിലും സാന്നിധ്യമുണ്ട്. അത് മറ്റാരുമല്ല, മീഡിയ വൺ ചാനലാണ്. ഇസ്ലാമിക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹമായ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലാണ് മീഡിയ വൺ ചാനൽ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന 68,000 വരുന്ന ഷെയർ ഹോൾഡർമാരുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് മീഡിയ വൺ എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ മീഡിയ വണ്ണിൽ വലിയ സാമ്പത്തിക തിരിമറികൾ നേരത്തെയും നടന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ മീഡിയ വൺ ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നു, റെയ്ഡ് നടക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ പരിശോധനയാണ് മീഡിയ വണ്ണിൽ നടക്കുന്നത്. പ്രോവിഡന്റ് ഫണ്ട് ഇനത്തിൽ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത തുക പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് മീഡിയ വൺ ചാനലിനെതിരായിട്ടുള്ള പരാതി. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രോവിഡന്റ് കമ്മീഷണർക്ക് ലഭിക്കുകയും ഒടുവിൽ പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നു. 300ഓളം ജീവനക്കാരാണ് ഈ മാധ്യമ സ്ഥാപനത്തിലുള്ളത്. ഈ മാധ്യമ സ്ഥാപനത്തിൽ ഏതാണ്ട് 6,000 മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ മാസ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുണ്ട്. ഇവരിൽ നിന്നെല്ലാം നിശ്ചിത തുക പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കമ്പനി പിടിക്കുന്നുണ്ട്. ആ തുകയ്ക്ക് സമാനമായ ഒരു തുക കമ്പനിയും നൽകേണ്ടതുണ്ട്. ഇങ്ങനെ തൊഴിലുടമയും തൊഴിലാളികളും ചേർന്ന് നിശ്ചിത തുക ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നടത്തുന്ന ദീർഘകാല പദ്ധതിയാണ് പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ട് തൊഴിലാളികൾ വിരമിക്കുമ്പോൾ ലഭിക്കേണ്ട ഒരു ആശ്വാസ ധനസഹായമാണ്. ഈ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് തൊഴിലാളികൾ അടയ്ക്കുന്നതിന് തുല്യമായ തുക കമ്പനി അടയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ രണ്ട് തുകയും തൊഴിലാളികളിൽ നിന്നും കട്ട് ചെയ്ത ശേഷം ഈ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചു എന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റകൃത്യം മീഡിയ വൺ നടത്തിയിരിക്കുന്നു എന്നാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. റെയ്ഡിൽ പരാതി സത്യമാണ് അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ചില സൂചനകൾ ലഭിച്ചു എന്നും വാർത്തകളുണ്ട്. എന്തായാലും മീഡിയ വണ്ണിൽ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ടല്ല. 2019 ഇതിൻ്റെ തലപ്പത്ത് വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നതായും ഇതിൽ ഒരു ആളിനെ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിലുള്ള ഒരു വ്യക്തിയെ ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയതായും വാർത്തയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 68,000 പരം ഓഹരി ഉടമകളുള്ള ഈ കമ്പനിക്ക് ഇതുവരെയും ചാനൽ പ്രവർത്തനം ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തിക നേട്ടത്തിൻ്റെ പങ്ക് അവർക്ക് നൽകിയിട്ടില്ല. അതായത് ഡിവിഡൻഡ് നൽകിയിട്ടില്ല എന്ന പരാതിയുണ്ട്. ഈ പരാതി ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് നൽകിയിട്ടില്ല എന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായാലും ഇതിനു മുന്നേ സാമ്പത്തിക തിരിമറികൾക്ക് മുന്നേയും മീഡിയ വൺ ചാനൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ ചാനലിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനവുമായി ബന്ധപ്പെട്ടതാണ്. മീഡിയ വൺ ചാനലിൻ്റെ ലൈസൻസ് പുതുക്കാൻ സമയമായപ്പോൾ ഈ ലൈസൻസ് പുതുക്കി നൽകാതെ ചാനലിന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷോഭണ വകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ വാർത്താവിതരണ പ്രക്ഷോഭണ വകുപ്പ് നിരോധനം ഏർപ്പെടുത്താനുള്ള കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ NOC ലഭിക്കാത്തതാണ്. ആഭ്യന്തര വകുപ്പ് NOC കൊടുക്കാത്തത് മീഡിയ വൺ ചാനലിലെ മാനേജ്മെൻറ്റിൽപ്പെട്ട ചില ആളുകളുടെ ദുരൂഹ വിദേശ യാത്രകളാണെന്നും മീഡിയ വൺ ചാനൽ സംപ്രേഷണം ചെയ്യാനിരുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ ഉള്ളടക്കത്തിലുള്ള രാജ്യവിരുദ്ധത കൊണ്ടാണ് എന്നുമൊക്കെ വാദങ്ങളുണ്ട്. എന്തായാലും കോടതി ഇടപെട്ടാണ് ഒടുവിൽ ലൈസൻസ് മീഡിയ വൺ ചാനലിന് കിട്ടിയത്. ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ഒരു ചാനലാണ് മീഡിയ വൺ. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അത്തരത്തിലുള്ള കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിടി മീഡിയ വണ്ണിൻ്റെ കോളറിന് വീണത്. അതിന് പിന്നാലെയാണ് സാമ്പത്തിക തിരിമറികളുടെയും പ്രോവിഡന്റ് ഫണ്ട് തട്ടിപ്പിൻ്റെയും ഒക്കെ പേരിൽ മീഡിയ വൺ ചാനലിൻ്റെ പേര് വാർത്തകളിൽ നിറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.